സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് 6 യൂണിറ്റ് 9 മിഡീവൽ കേരള. സാമൂഹ്യശാസ്ത്രം സ്റ്റാൻഡേർഡ് 6 യൂണിറ്റ് 9 മധ്യകാല കേരളം. സമ്മറി, അതിൻ്റെ സംഗ്രഹം. മിഡീവൽ കേരള എന്ന ഈ പാഠത്തെ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ, ട്രേഡ്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ആർട്ട്, നോളേജ് എന്നിങ്ങനെ 6ആയിട്ട് തിരിക്കാം. അതായത് മിഡീവൽ കേരളത്തിലെ ഭരണം അഡ്മിനിസ്ട്രേഷൻ, ട്രേഡ് കച്ചവടം, മിഡീവൽ കേരളത്തിലെ ലാംഗ്വേജ് ഭാഷ, മിഡീവൽ കേരളത്തിലെ ലിറ്ററേച്ചർ, മിഡീവൽ കേരളത്തിലെ ആർട്ട്, മിഡീവൽ കേരളത്തിലെ നോളേജ് എന്നിങ്ങനെ 6ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പാഠഭാഗത്തെ തിരിക്കാൻ സാധിക്കും. അതിലൊന്നാമത്തേതായ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഒന്നാമത് പെരുമാക്കൾ എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. സോഴ്സ്, പെരുമാക്കന്മാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള സോഴ്സ് നമുക്ക് ലഭിക്കുന്നത് കോപ്പർ പ്ലേറ്റ്സ് അഥവാ ചെപ്പേടുകളിൽ നിന്നാണ്. കോപ്പർ പ്ലേറ്റ്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് മിഡീവൽ കേരള ബിറ്റ്വീൻ ദ 9th and the 18th century CE. കോമൺ ഇറ 9ാം നൂറ്റാണ്ടിനും 18ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ്. അത് കാലഘട്ടത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചെപ്പേടുകളിൽ നിന്നാണ്, കോപ്പർ പ്ലേറ്റ്സിൽ നിന്നാണ് പെരുമാക്കളെക്കുറിച്ച്, അതായത് മിഡീവൽ കേരളത്തെ ഭരിച്ചിരുന്ന പെരുമാക്കളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. സ്ക്രിപ്റ്റ്, ആ കാലത്തെ ലിപി, എഴുത്ത് ലിപി എന്ന് പറയുന്നത് വട്ടെഴുത്തായിരുന്നു. പ്ലേസ്, അവർ ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് മഹോദയപുരം, ദ പ്രസൻറ്റ് കൊടുങ്ങല്ലൂർ ആൻഡ് ദ സറൗണ്ടിങ് ഏരിയാസ്. ഇന്നത്തെ കൊടുങ്ങല്ലൂരിനും സമീപ പ്രദേശങ്ങളൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രം. റൂളേഴ്സ്, പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. പെരുമാക്കൾ, ആ പെരുമാക്കളിൽ തന്നെ ചേരന്മാർ, ചേരാസ്, ചേരമാൻസ്, ചേരമന്മാർ, ആൻഡ് കുലശേഖരന്മാർ, ഇവർ അവിടെ ഭരിച്ചിരുന്നു. വർഷം, ഇയർ 9th century CE. 9ാം നൂറ്റാണ്ട് AD 9 കോമൺ ഇറ 9ാം നൂറ്റാണ്ടിലായിരുന്നു പെരുമാക്കന്മാരുടെ ഭരണം ആരംഭിച്ചത്. സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ്, ആ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക പ്രത്യേകതകളാണ് തുടർന്ന് പഠിക്കാനുള്ളത്. അഗ്രികൾച്ചർ ഫ്ലറിഷ്ഡ് ഇൻ ഏരിയ ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ്, ജലലഭ്യതയുള്ള പ്രദേശങ്ങളിലെ കൃഷി വ്യാപകമായി. ബ്രാഹ്മിൻസ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ പവർ ഇൻ അഗ്രികൾച്ചറൽ വില്ലേജസ്, കാർഷിക ഗ്രാമങ്ങളിലെ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. ടെമ്പിൾസ് ഡെവലപ്ഡ് ആസ് സെൻറ്റേഴ്സ് ഓഫ് പവർ, ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായിട്ട് വികസിച്ചു വന്നു. ദ ഓണർഷിപ്പ് ഓഫ് ഫാം ലാൻഡ്സ് വാസ് വെസ്റ്റഡ് വിത്ത് ബ്രാഹ്മിൻസ്, കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണർക്കായിരുന്നു. ആളടിയാഴ്സ് were the people who toiled in the soil, ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവരെ ആളടിയന്മാരായിരുന്നു. There were several occupational groups apart from farmers in the villages, ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. The Perumals divided their kingdom into several nadus, പെരുമാക്കന്മാർ അവരുടെ രാജ്യം അനേക നാടുകളായിട്ട് വിഭജിച്ചിരുന്നു. ടാക്സ് ഓൺ ട്രേഡ് വാസ് ദ സോഴ്സ് ഓഫ് ഇൻകം, പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന നികുതിയായിരുന്നു. ഡിക്ലൈൻ, അധപതനം അല്ലെങ്കിൽ പെരുമാക്കന്മാരുടെ ഭരണം ക്ഷയിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്ന കാലഘട്ടം ബൈ ദ 12th century CE, അതായത് 12ാം നൂറ്റാണ്ട് കോമൺ ഇറ അല്ലെങ്കിൽ AD 12ാം നൂറ്റാണ്ടോടുകൂടെ അവരുടെ ശക്തി ക്ഷയിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ബി, നാടുവാഴി സ്വരൂപം. തുടർന്ന് മിഡീവൽ കേരള ഭരിച്ചത് നാടുവാഴി സ്വരൂപങ്ങളായിരുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ടാണ് അടുത്ത് പഠിക്കാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം. As agriculture became widespread, large areas of land called നാടു developed. കൃഷി വളർന്നതോടുകൂടെ നാടുകൾ ഉണ്ടായി. Those who established power over the nadus came to be known as നാടുവാഴീസ്. ഈ നാടുകൾ ഭരിച്ചിരുന്നവരെ നാടുവാഴികൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. The region under the control of a chieftain or നാടുവാഴീസ് was known as സ്വരൂപം.
നാടുവാഴികൾക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ സ്വരൂപങ്ങൾ എന്ന് അറിയപ്പെട്ടു. ഇറ്റ് വാസ് റൂൾഡ് ബൈ ദ എൽഡസ്റ്റ് മെമ്പർ ഇൻ ദ ഫാമിലി. കുടുംബത്തിലെ മൂത്ത അംഗമാണ് അധികാരം കൈകാര്യം ചെയ്തിരുന്നത്. റൂളേഴ്സ്, നാടുവാഴി സ്വരൂപങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ: തൃപ്പാപ്പൂര് സ്വരൂപം ഇൻ വേണാട്, പെരുമ്പടപ്പ് സ്വരൂപം ഇൻ കൊച്ചി, നെടിയൊരുപ്പ് സ്വരൂപം ഇൻ കോഴിക്കോട് ആൻഡ് കോല സ്വരൂപം ഇൻ ചിറക്കൽ. സോഷ്യോ എക്കണോമിക് ഫീച്ചേഴ്സ്: നാടുവാഴി സ്വരൂപങ്ങളുടെ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക പ്രത്യേകതകൾ. There were disparities in wealth and military power among the നാഡൂസ്. നാടുകൾ തമ്മിൽ സമ്പത്തിലും സൈനിക ശക്തിയിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. The chieftains fought among themselves for power. ആധിപത്യത്തിനു വേണ്ടി നാടുവാഴികൾ പരസ്പരം പോരടിച്ചിരുന്നു. തുടർന്ന് മിഡീവൽ കേരളത്തിലെ ട്രേഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കച്ചവടം എങ്ങനെയായിരുന്നു മധ്യകാല കേരളത്തിൽ? ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ട്രേഡ്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. രണ്ട് തരത്തിലുള്ള കച്ചവടം അന്ന് കാലത്ത് ഉണ്ടായിരുന്നു. പുറം നാടുകളുമായിട്ടുള്ള കച്ചവടവും പ്രാദേശിക കച്ചവടവും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കച്ചവടങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഗുഡ്സ് ഫോർ ട്രേഡ്, കച്ചവടത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ. ഇൻറ്റേർണൽ ഗുഡ്സ്, പ്രാദേശിക കച്ചവടത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ കാർഡമം, ഏലം, ജിഞ്ചർ, ഇഞ്ചി, പെപ്പർ, കുരുമുളക് എക്സെട്ര മുതലായവയായിരുന്നു. എക്സ്റ്റേണൽ ഗുഡ്സ്, പുറം നാടുകളുമായിട്ടുള്ള കച്ചവടത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ ക്ലേ പോട്ട്സ്, മൺപാത്രം, കളിമൺപാത്രങ്ങൾ, ഫിഷിംഗ് നെറ്റ്, മീൻ വലകൾ, സിൽക്ക്, പട്ട് എക്സെട്ര മുതലായവ ആയിരുന്നു. ദെൻ ട്രേഡ് ഗ്രൂപ്പ്സ്, കച്ചവട സംഘങ്ങൾ. അഞ്ചുവണ്ണം, മണിഗ്രാമം. അഞ്ചുവണ്ണം, മണിഗ്രാമം തുടങ്ങിയ പേരുകളിലെ കച്ചവട സംഘങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് മീഡിയം ഓൺ ട്രേഡ്, കച്ചവടത്തിലെ കൈമാറ്റത്തിനായിട്ട് ഉപയോഗിച്ച മാധ്യമം ഏതായിരുന്നു? ഇൻ ഏർലിയർ സ്റ്റേജസ് there used to be exchange of goods for other goods. തുടക്കത്തിലെ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയിലായിരുന്നു. ലേറ്റർ, പിന്നീട് ഗുഡ്സ് began to be exchanged for money. പിന്നീട് നാണയം നൽകി സാധനങ്ങൾ വാങ്ങുന്ന സിസ്റ്റം നിലവിൽ വന്നു. ട്രേഡ് സെൻറ്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ. രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്ന് കോസ്റ്റൽ ടൗൺസ് ആണ്, തുറമുഖ പട്ടണങ്ങളാണത്. രണ്ട് മാർക്കറ്റ്സ്, അങ്ങാടികളാണ്. കോസ്റ്റൽ ടൗൺസ് കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് വളപട്ടണം. മാർക്കറ്റ്സ് അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലായനി. ഗ്രോത്ത് ഓഫ് ട്രേഡ് സെൻറ്റേഴ്സ്. അടുത്തതായിട്ട് ആറാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ട്രേഡ് സെൻറ്റേഴ്സിൻ്റെ കച്ചവട കേന്ദ്രങ്ങളുടെ വളർച്ചയാണ്. Maritime trade attained tremendous progress during the medieval period. കടൽ മാർഗം വഴിയുള്ള കച്ചവടം ആ കാലഘട്ടത്തിൽ വളരെയധികം പുരോഗതി പ്രാപിച്ചു. The demand for exported goods increased. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് വളരെ പ്രാധാന്യം വർദ്ധിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. This resulted in the increase in the cultivation of such crops in rural areas. ഇത് ആ ഉൽപ്പന്നങ്ങളുടെ കൃഷിയുടെ വർധനവിനെ ഇടയാക്കി തീർത്തു. ദീസ് ഗുഡ്സ് വെർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ്സ്. ഈ സാധനങ്ങൾ മാർക്കറ്റിലെ കൈമാറ്റം ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റ്സ് ഹെൽപ്ഡ് ഇൻ സ്ട്രെങ്തനിങ് ദ ലോക്കൽ ട്രേഡ്. അങ്ങാടികളുടെ പുരോഗതി പ്രാദേശിക കച്ചവടത്തെ ശക്തിപ്പെടുത്താനായിട്ട് ഇടയായിട്ട് തീർന്നു. അടുത്തത് ലാംഗ്വേജസ്. മിഡീവൽ കേരളത്തിലെ ഭാഷയെക്കുറിച്ചാണ്. അതിലൊന്നാമതായിട്ട് ഒറിജിൻ, ഭാഷയുടെ ഉത്ഭവം. മലയാളം ഹാസ് ഇവോൾവ് ഫ്രം തമിഴ്. തമിഴിൽ നിന്നാണ് മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷയാണ്. സാൻസ്ക്രിറ്റ് ഹാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിലേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വട്ടെഴുത്ത് ആൻഡ് കോലെഴുത്ത് വേർ ദ സ്ക്രിപ്റ്റ് യൂസ് ടു റൈറ്റ് ഓൾഡ് മലയാളം. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നീ ലിപികളിലാണ് പഴയ മലയാളം എഴുതിയിരുന്നത്. ഡെവലപ്മെൻറ്റ്.
അതിൻ്റെ പുരോഗതി, മലയാള ഭാഷയുടെ ഉത്ഭവം, ഒറിജിൻ പറഞ്ഞു. തുടർന്ന് അതിൻ്റെ പുരോഗതിയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കൃഷ്ണഗാഥ ബൈ ചെറുശ്ശേരി. ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥ. അധ്യാത്മ രാമായണ കിളിപ്പാട്ട് ആൻഡ് മഹാഭാരതം കിളിപ്പാട്ട് ബൈ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മ രാമായണവും മഹാഭാരതവും. അതുപോലെ തുള്ളൽ ലിറ്ററേച്ചർ ഓഫ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ രചിച്ച തുള്ളൽ ലിറ്ററേച്ചറും തുള്ളൽ സാഹിത്യ കൃതികളും ഭാഷയെ ശക്തിപ്പെടുത്താനായിട്ട്, പുരോഗതിപ്പെടുത്താനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായകരമായിട്ട് തീർന്നു. ഫോർത്ത് പോയിന്റ്, ലിറ്ററേച്ചർ. മിഡീവൽ കേരളത്തിലെ സാഹിത്യത്തെക്കുറിച്ചാണ് അടുത്ത് പഠിക്കാനുള്ളത്. ദ മൊയ്തീൻ മാല റിട്ടൺ ഇൻ അറബി മലയാളം ബൈ ഗ്വാസി മുഹമ്മദ് ഇൻ ദ 17th century. 17ാം നൂറ്റാണ്ടിൽ ഗ്വാസി മുഹമ്മദ് അറബി മലയാളത്തിൽ രചിച്ച മുഹിയുദ്ദീൻ മാല. പുത്തൻ പാന റിട്ടൺ ബൈ അർണോസ് പാതിരി ഇൻ ദ 18th century. 18ാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാന. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് ആൻഡ് തൊഴിൽപ്പാട്ട്. ഇതുകൂടാതെ തെക്കൻ പാട്ടുകൾ, തൊഴിൽപ്പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ ഇവയെല്ലാം മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. ഫിഫ്ത്ത് പോയിന്റ്, ആർട്ടാണ്. ആർട്ട്, കല. ടെമ്പിൾ ആർട്സ്, റിച്വൽ ആർട്ട്, മുസ്ലിം ആർട്ട്, ക്രിസ്ത്യൻ ആർട്ട് എന്നിങ്ങനെ 4ആയിട്ട് നമുക്ക് കലയെ, മിഡീവൽ കേരളത്തിലെ ആർട്ടിനെ തിരിക്കാം. ടെമ്പിൾ ആർട്സ് എന്ന് പറയുന്നത് സ്റ്റേജ് കൂത്തമ്പലം അറ്റാച്ച്ഡ് ടെമ്പിൾസ്. ക്ഷേത്രങ്ങളോട് ചേർന്ന കൂത്തമ്പലങ്ങളിലാണ് ടെമ്പിൾ ആർട്സ് അരങ്ങേറിയിരുന്നത്. കൂത്ത്, കൂടിയാട്ടം, കഥകളി എന്നിവയാണ് അതിനുദാഹരണങ്ങൾ. അക്കാലത്ത് ക്ഷേത്രത്തോട് ചേർന്നുള്ള കൂത്തമ്പലങ്ങളിൽ അരങ്ങേറിയിരുന്ന കലാരൂപങ്ങളാണ് ടെമ്പിൾ ആർട്സ്, ക്ഷേത്ര കലാരൂപങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. കൂത്ത്, കൂടിയാട്ടം, കഥകളി ഇതിനൊക്കെ ഉദാഹരണമാണ്. റിച്വൽ ആർട്സ്, രണ്ടാമത്തെ ആർട്ടിനെ കുറിച്ച് പഠിക്കുന്നത് റിച്വൽ ആർട്ടാണ്. റിച്വൽ ആർട്ട് എന്ന് പറയുന്നത് അനുഷ്ഠാന കലകളാണ്. പെർഫോംഡ് ഇൻ കാവൂസ്, സേക്രഡ് ഗ്രോവ്സ് ആൻഡ് അതർ പ്ലേസസ് ഓഫ് വർഷിപ്പ്. തെയ്യം, തിറ ആൻഡ് കളംപാട്ട്. കാവുകളിലും മറ്റ് ആരാധനയിടങ്ങളിലും നടത്തപ്പെടുന്ന തെയ്യം, തിറ, കളംപാട്ട് തുടങ്ങിയവയാണ് അനുഷ്ഠാന കലകൾ. മുസ്ലിം ആർട്ട്, മുസ്ലിം കലകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതായിരുന്നു ഒപ്പന. ക്രിസ്ത്യൻ ആർട്ട്, ക്രിസ്തീയ കലകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു മാർഗംകളി, ചവിട്ടുനാടകം. 6ാമത്തെ പ്രധാനപ്പെട്ട ആശയം ഈ പാഠത്തിൽ പഠിക്കുന്നത് 6th പോയിന്റ്, നോളേജ്, വിജ്ഞാനം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് 4 വിജ്ഞാന മേഖലകളെയാണ്, ഫീൽഡ്സ് ഓഫ് എഡ്യൂക്കേഷനെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 1 ആസ്ട്രോണമി, 2 മാത്തമാറ്റിക്സ്, 3 ആയുർവേദ, 4 ഹിസ്റ്ററി. ആസ്ട്രോണമി, ശങ്കരനാരായണൻ വാസ് എ ഫേമസ് ആസ്ട്രോണമർ. ശങ്കരനാരായണീയം. അക്കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണ് ശങ്കരനാരായണീയം. മാത്തമാറ്റിക്സ്, സമഗ്രമ മാധവൻ. ഗണിതശാസ്ത്ര രംഗത്ത് സമഗ്രമ മാധവൻ നൽകിയ സംഭാവനകൾ വളരെ പ്രശസ്തമായിരുന്നു. ആയുർവേദത്തിലെ അഷ്ടാംഗ ഹൃദയം, ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം എഴുതിയത് ഈ കാലഘട്ടത്തിലാണ്. ഹിസ്റ്ററി, ചരിത്ര ഗ്രന്ഥം, ചരിത്ര വിവരങ്ങൾ അടങ്ങിയ മൂഷകവംശം, തുഹഫത്തുൽ മുജാഹിദീൻ മധ്യകാലഘട്ടത്തിൽ എഴുതിയ കൃതിയാണ്. ദ സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, വിജ്ഞാന കേന്ദ്രമായിട്ട് അറിയപ്പെട്ടിരുന്നത് ടെമ്പിൾസ്, ശാലൈസ്, ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സ്, പള്ളി. ടെമ്പിളുകളിലെ ശാലകളും ബുദ്ധ കേന്ദ്രങ്ങളിൽ പള്ളികളുമായിരുന്നു വിജ്ഞാന കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്നത്.